അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഇസ് അബൌട്ട് ദ ക്ലോസർ ലുക്ക് അബൌട്ട് ചോള ഡൈനസ്റ്റി. അപ്പൊ ചോള ഡൈനസ്റ്റീസ്, ചോളാസ് എങ്ങനെയാണ് ഭരിച്ചിരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഓക്കെ, ഇറ്റ് ഇസ് ഫ്രം ഉറയൂർ ടു തഞ്ചാവൂർ വരെയുള്ള കിങ്ഡംസ് ആരുടെ കീഴിലായിരുന്നു? ഈ ചോളാസിന്റെ കീഴിലായിരുന്നു എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത്. അപ്പൊ നോക്കാം. എ മൈനർ ചീഫ്ലി ഫാമിലി നോൺ ആസ് മുട്രായർ ഹെൽഡ് പവർ ഇൻ ദ കാവേരി ഡെൽറ്റ. അല്ലെ, ഇറ്റ് ഈസ് മുട്ടാറയ്യർ എന്ന് പറയുന്നത്, അല്ലെ, മുട്ടാറയ്യർ എന്ന് പറയുന്ന ആളായിരുന്നു മെയിൻലി എല്ലാ പവറും ഉള്ളത്. കാവേരി ഡെൽറ്റ ഏരിയയില് മെയിൻലി ചീഫായി നിന്ന ആളായിരുന്നു മുട്ടാറയ്യർ. ഓക്കെ, ആൻഡ് ദേ വെർ സബോർഡിനേറ്റ് ടു ദ പല്ലവ കിങ്സ് ഓഫ് കാഞ്ചീപുരം. ഈ ചീഫ് ട്രേഡേഴ്സ് ആയിട്ടുള്ള മുട്ടാറയ്യർ എന്ന് പറയുന്ന കാവേരി ഡെൽറ്റ അവരെന്ത് ആരുടെ കീഴിലായിരുന്നു? ഏത് കിങ്ഡത്തിന്റെ കീഴിലായിരുന്നു? പല്ലവ കിങ് ഓഫ് കാഞ്ചീപുരം, അല്ലെ, അവരുടെ കീഴിലായിരുന്നു. ഓക്കെ, ദ വിജയാലയ who belonged to ancient chiefly family of Cholas from Urayur. അല്ലെ, വിജയാലയ എന്ന് പറയുന്നത് who belonged to ancient chiefly family of Cholas. ഈ വിജയാലയ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഏതിലാണ്? വിജയാലയ എന്ന് പറയുന്ന ആള് ഇറ്റ് ഈസ് ചോളാസ് ഫാമിലിയിലുള്ള ആളാണ്. ഓഫ് ഉറയൂർ captured the delta from the Mutrayar in the middle of 9th century. അങ്ങനെ വിജയാലയ എന്ന് പറയുന്ന ആള് ഈ ഒരു ആൻഷ്യൻ ചീഫ്ലി ഫാമിലി ഓഫ് ചോളാസിൽ ഉൾപ്പെട്ട ആളാണ്. അപ്പൊ ഇവരെന്ത് ചെയ്തു? മുട്രയ്യറിൽ നിന്ന് എന്ത് ചെയ്യുക? ഡെൽറ്റ, കാവേരി ഡെൽറ്റ സ്വന്തമാക്കി. എപ്പോ? 9th centuryയില് എന്നാണ് പറയുന്നത്. അങ്ങനെ Vijayalaya, he built the town of Tanjavur and a temple for goddess. It is Nishambasudini there. Nishambasudini there. അങ്ങനെ ഈ ഒരു നമ്മൾ പറഞ്ഞു ഈ മുട്രായർ ആണ് അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ചീഫ് ഫാമിലി. അപ്പൊ ഇവരിൽ നിന്ന് ഈ വിജയാലയ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? അല്ലെ, വിജയാലയ എന്ന് പറയുന്ന ആള് ചോള ഡൈനസ്റ്റി ഇതൊരു മുഖ്യ ആളാണ്. അപ്പോ അവര് എന്ത് ചെയ്തു? ഈ ഒരു ഡെൽറ്റ, റിവർ ഡെൽറ്റ, കാവേരി ഡെൽറ്റ അവര് സ്വന്തമാക്കുകയും അവര് അവിടെ എന്ത് ചെയ്തു? ടെമ്പിൾസ്, തഞ്ചാവൂർ ടൗൺ അവിടെ ഉണ്ടാക്കുകയും അവിടെ ഫേമസ് ആയിട്ടുള്ള ദൈവത്തിനെ ആരാധിക്കുന്ന അമ്പലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഉറയൂരിൽ നിന്നുള്ള ആളാണ് വിജയാലയ. അപ്പോ ഈ ഒരു മുട്രായർ എന്ന് പറയുന്ന ആളിൽ നിന്ന് ആ ഡെൽറ്റ സ്വന്തമാക്കുകയും ആ ഒരു ടൗണ് അവിടെ തഞ്ചാവൂർ ടൗൺ വിജയാലയ ബിൽറ്റ് ചെയ്യുകയും അവിടെ ഫേമസ് ടെമ്പിൾസ് ബിൽറ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഫ്രം ഉറയൂർ ടു തഞ്ചാവൂർ എ മൈനർ ചീഫ്ലി ഫാമിലി നോൺ ആസ് മുട്രായർ ഹെൽഡ് പവർ ഇൻ ദ കാവേരി ഡെൽറ്റ. പിന്നെന്താ? ദേ വർ സബോർഡിനേറ്റ് ടു ദ പല്ലവ കിങ്സ് ഓഫ് കാഞ്ചീപുരം. വിജയാലയ, അല്ലെ, എന്ന് വെച്ചാൽ ഈ ഒരു മുട്രായർ എന്ന് പറയുന്ന ഈ പല്ലവ കിങ്സ് ഓഫ് കാഞ്ചീപുരം അവരുടെ താഴെത്തട്ടിലാണ് വരുന്നത്. അങ്ങനെയാണ് ഉറയൂർ എന്നുള്ളതിൽ നിന്ന് എന്ന് വെച്ചാൽ ചോളാസ് എന്ന് പറയുന്ന വലിയ ഫാമിലിത്തെ ആളായ വിജയാലയ ഉറയൂരിൽ നിന്നുള്ള ആളാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? ഈ മുട്രായർ അല്ലെ എന്ന് പറയുന്ന ആളിൽ നിന്ന് ഈ ഒരു ഡെൽറ്റ കൈക്കലാക്കുകയും ചെയ്തു. എപ്പോ? 9ാം നൂറ്റാണ്ടില്. അവിടെ ഈ ഒരു വിജയാലയ ഒരു തഞ്ചാവൂർ എന്ന് പറയുന്ന ടൗൺ ഉണ്ടാക്കുകയും അവിടെ എന്ത് ചെയ്തു? ടെമ്പിൾ ഫോർ ഗോഡസ്, അല്ലെ, നിശംബാസുദിനി എന്ന് പറയുന്ന ടെമ്പിൾ, ആ ഒരു ഗോഡസിന് വേണ്ടിയിട്ട്, അല്ലെ, അവിടെ ഒരു അമ്പലം ഈ ഒരു ദൈവത്തിന്, നിശാംബുസുദിനി എന്ന് പറയുന്ന ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് മുട്ടരയ്യർ. Okay, and the successors of Vijayalaya conquered neighboring regions and the kingdom grew in size and power. അങ്ങനെ വിജയാലയ ഉറയൂരിൽ നിന്നുള്ള ചോള ഫാമിലിയിലുള്ള വിജയാലയ ഓരോ രാജ്യങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെതായി മാറ്റി, വലിയ കിങ്ഡം ആക്കി മാറ്റി. And next point, the Pandyan and the Pallava territories to the south and north were made a part of this kingdom. Okay, Pandyan അതുപോലെ പല്ലവ territories of south and north were made part of this kingdom. അല്ലെ, അങ്ങനെ ഈ പാണ്ഡ്യൻ എന്ന് പറയുന്ന പല്ലവ ടെറിട്ടറീസ് സൗത്ത് സൈഡിലുള്ള നോർത്ത് സൈഡിലുള്ള ഈ പാണ്ഡ്യൻ പല്ലവ ടെറിട്ടറീസ് ഇവരുടെ വിജയാലയന്റെ കിങ്ഡത്തിന് ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. The successors of Vijayalaya conquered neighboring regions and the kingdom grew in size and power. Okay, and the Pandyan and the Pallava territories to the south and north were made part of this kingdom. Okay, പിന്നെയോ
ഇനി അടുത്തൊരു കിങ്ങിന്റെ കാര്യം പറയുന്നത് കേട്ടോ. രാജരാജ ഫസ്റ്റ് കൺസിഡേർഡ് ദ മോസ്റ്റ് പവർഫുൾ ചോള റൂളർ. ആ ചോള ഫാമിലിയിലുള്ള വേറെ ഒരു ശക്തിയേറിയ ഒരു രാജാവ് എന്ന് പറയുന്ന, പവർഫുൾ ആയിട്ടുള്ള രാജാവ് എന്ന് പറയുന്നത് രാജരാജ ഫസ്റ്റ് ആണ്. ഹി ഈസ് എ ചോള റൂളർ ആൻഡ് ബിക്കേം കിങ് ഇൻ 985. അദ്ദേഹം രാജാവായത് എപ്പോഴാണ്? 985 ആൻഡ് എക്സ്റ്റെൻഡഡ് റൂൾ ഓവർ മോസ്റ്റ് ഓഫ് ദിസ് ഏരിയാസ്. അല്ലെ, ഇങ്ങനെയുള്ള വിജയാലയ കീഴടക്കിയ ഏരിയാസിലൊക്കെ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? അദ്ദേഹം ആ പ്ലേസിലൊക്കെ അദ്ദേഹത്തിന്റെ ഭരണം ഏർപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ആൻഡ് ഹി ഓൾസോ റീഓർഗനൈസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എംപയർ. മറ്റുള്ളവർ മാറ്റം വരുത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷനിൽ പല മാറ്റങ്ങളും ആര് വരുത്തി? രാജരാജ ഫസ്റ്റ് വരുത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, രാജരാജ ഫസ്റ്റ് കൺസിഡേർഡ് ദ മോസ്റ്റ് പവർഫുൾ ചോള റൂളർ, became king in 985 and extended rule over most of these areas. Okay, and he also reorganized the administration of empire. ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ, ഈ എംപയറിന്റെ പല കാര്യങ്ങളും അല്ലെ അദ്ദേഹം മാറ്റം വരുത്തി എന്നാണ് പറയുന്നത്. ഈ രാജരാജ ഫസ്റ്റ് ഇതാണ് കേട്ടോ, രാജരാജ ചോള ഫസ്റ്റ്, രാജരാജ ചോള. ഓക്കെ, അങ്ങനെ രാജരാജ സൺ രാജേന്ദ്ര ഫസ്റ്റ് ഈവൻ ഇൻവേഡഡ് ദ ഗംഗ വാലി ആൻഡ് ശ്രീലങ്ക ആൻഡ് കൺട്രീസ് ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഡെവലപ്പിംഗ് എ നേവി ഫോർ ദിസ് എക്സ്പെഡിഷൻസ്. അങ്ങനെ പല നേവി എക്സ്പെഡിഷൻസിന് വേണ്ടിയിട്ടും ട്രേഡിന് വേണ്ടിയിട്ടും ഒക്കെ രാജരാജാന്റെ മകനായിട്ടുള്ള രാജേന്ദ്ര ഫസ്റ്റ് ഏതൊക്കെ സ്ഥലങ്ങളാണ് കീഴടക്കിയത് മക്കളെ? ഇറ്റ് ഈസ് മെയിൻലി ഹി ഇൻവേഡഡ് ഗംഗ വാലി and Sri Lanka and countries of Southeast Asia, is developing navy for this expeditions. Okay, idana Rajendra Chola picture. Okay, splendid temples and bronze sculptures. വലിയ temples അങ്ങനെ വരാൻ തുടങ്ങി പല രാജാക്കന്മാരുടെ കീഴിൽ. ഓക്കെ, അപ്പോ നോക്കാം. ദ ബിഗ് ടെമ്പിൾസ് ഓഫ് തഞ്ചാവൂർ ആൻഡ് ഗംഗൈക്കൊണ്ട ചോലപുരം ബിൽറ്റ് ബൈ രാജരാജ ആൻഡ് രാജേന്ദ്ര ആർ ആർക്കിടെക്ചറൽ ആൻഡ് സ്കൾപ്ചറൽ മാർവൽസ് ആണ്. അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള മാർവലസ് ആയിട്ടുള്ള തഞ്ചാവൂരിലുള്ള ഗംഗൈക്കൊണ്ട ചോലപുരത്തിലുള്ള ടെമ്പിൾസ് ഒക്കെ ഉണ്ടാക്കിയത് ഈ രാജരാജ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായ രാജേന്ദ്ര ഫസ്റ്റ് ആണ് ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ ടെമ്പിൾസ്, മഹാബലിപുരമുള്ള ടെമ്പിൾസ്. ഓക്കെ, തഞ്ചാവൂർ ടെമ്പിൾസ് ആണ്. And the Chola temples often became the nuclei of settlements which grew around them. Okay, എന്ന് പറയുമ്പോൾ ആ ഒരു ടെമ്പിൾസ്, അവരുണ്ടാക്കിയ ടെമ്പിൾസ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ്, അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഈ ഒരു രാജാക്കന്മാര് ഫാമിലി ആയിട്ട് സെറ്റിൽമെന്റ് നടത്തുന്നതോ. ഓക്കെ, ആൻഡ് ദിസ് were the centers of craft production. നിങ്ങൾക്കറിയാം തമിഴ്നാട്ടിലൊക്കെ പോയാല് ഇപ്പൊ മധുര മീനാക്ഷി ടെമ്പിൾ, അങ്ങനെ പഴനിയിലൊക്കെ പോയാൽ അതിന് ചുറ്റുപാട് അവിടെയുള്ള ഇൻഹാബിറ്റൻസ് പല ടൈപ്സ് ഓഫ് കൈത്തൊഴിൽ ചെയ്യുന്നത് കാണാം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഒരു കല്യാൺ സിൽക്സിന്റെ പരസ്യമൊക്കെ കാണുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ, മെയിൻലി അവിടെ എന്താണ് മെയിൻലി തഞ്ചാവൂർ അങ്ങനെ പോലെയുള്ള സ്ഥലത്തിൽ ക്രാഫ്റ്റ് വർക്ക് ആണ് കൂടുതൽ സാരിയിലൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ പല ടൈപ്സ് ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ അവിടെയാണെന്ന് പറയുന്നു. ഓക്കെ, ടെമ്പിൾസ് വെയർ ഓൾസോ എൻറ്റോർഡ് വിത്ത് ലാൻഡ് ബൈ റൂളേഴ്സ് ആസ് വെൽ ആസ് ബൈ അതേഴ്സ്. എന്ന് വെച്ചാൽ ഈ റൂളേഴ്സിന്റെ പേരിലായിരിക്കും അവിടെ ടെമ്പിൾസ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ചോള ടെമ്പിൾസ് ഓഫൺ ബിക്കേം ദ ന്യൂക്ലിയർ ഓഫ് സെറ്റിൽമെന്റ്സ് വിച്ച് ഗ്രൂ അറൌണ്ട് ദം ആൻഡ് ദീസ് വെയർ സെന്റേഴ്സ് ഓഫ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. ആൻഡ് ലാസ്റ്റ് വൺ, temples were also endowed with land by rulers as well as by others. Okay, and the produce of this land went into maintaining all the specialists who worked at the temple and very often lived near it. is ഈ ഒരു ടെമ്പിൾസിന്റെ ഒക്കെ അടുത്ത് താമസിക്കുന്നവര് പ്രീസ്റ്റ്, ഗാർലാൻഡ് മേ, കുക്സ്, സ്വീപ്പേഴ്സ്, മ്യൂസിഷ്യൻസ്, ഡാൻസേഴ്സ് ഒക്കെ ആയിരിക്കും. ഇതിന് ചുറ്റുപാട് ഇപ്പൊ തമിഴിൽ നോക്കുമ്പോൾ ടെമ്പിൾസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന തമിഴരാണ്. അതിനെ തൊട്ട് കളിക്കാൻ, അവരുടെ കൾച്ചർ കസ്റ്റമിന് തൊട്ട് കളിക്കാൻ അവർ ഒരിക്കലും സമ്മതിക്കില്ല. നമുക്ക് അവിടെ പോയാൽ അറിയാം, മധുര മീനാക്ഷി ടെമ്പിൾ, പഴനി, അങ്ങനെ പല മൂകാംബിക ടെമ്പിളിൽ കർണാടക പോയാലും നമുക്ക് കാണാം അവിടെയുള്ള കിങ്സിനാണ്. ഇപ്പൊ ഈ അമ്പലങ്ങളൊക്കെ തുറക്കുമ്പോൾ അവിടെ ആർക്കാണ് മേൽനോട് കൂടുതലുള്ളത് എന്ന് വെച്ചാൽ അവിടെ പവർ കൂടുതലുള്ളത് ആ രാജകുടുംബത്തിനെ കയറ്റി വിട്ടിട്ടായിരിക്കും ടെമ്പിൾസിൽ പിന്നെ ബാക്കിയുള്ള കോമൺ പീപ്പിളിന് എൻട്രി കൊടുക്കുന്നത് ഫസ്റ്റ് ആ അമ്പലം തുറന്നു കഴിഞ്ഞാല്. ഓക്കെ,
അതാണ് the produce of this land is went into maintaining all the specialists who worked at the temple, and very often they lived near it. It is where priests, garland makers, cooks, sweepers, musicians and dancers. Okay. In other words, temples were not only a place of worship. ആരാധനയ്ക്ക് മാത്രമല്ല അമ്പലങ്ങൾ എന്ന് പറയുന്നത്. They were the centers of economic, social and cultural life. അവരുടെ സംസ്കാരം നിലനിൽക്കുന്നത്, അതുപോലെ തന്നെ സാമ്പത്തികമായി എല്ലാ വിധത്തിലുള്ള സെന്റേഴ്സ് ഒക്കെ നിലനിൽക്കുന്ന ടെമ്പിൾസിനെ ആശ്രയിച്ചിട്ടാണ് അല്ലെ. And amongst the crafts associated with these temples, it is meaning the making of bronze images was the most distinctive ആണ്. ഇപ്പൊ ക്രാഫ്റ്റ് വർക്ക്സ് എന്ന് പറയുമ്പോൾ അമ്പലങ്ങളിലെ മതിലുകളിലൊക്കെ സ്കൾപ്ചേഴ്സ് കാണാം. ആ സ്റ്റോറി ഒക്കെ ആ ദൈവത്തിന്റെ അല്ലെ ഹിസ്റ്റോറിക്കൽ സ്റ്റോറി ഒക്കെ അവിടെ ഇൻസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ്, മാർവലസ് ആണ് അല്ലെ കാണാൻ. അതുപോലെ തന്നെ ചോള ബ്രോൺസ് ഇമേജസ് ആർ കൺസിഡേർഡ് അമംഗ്സ് ദ ഫിറ്റ്നസ് ഇൻ ദിസ് വേൾഡ്. ഇങ്ങനെ ചോള ബ്രോൺസ് ഇമേജസ് ഒക്കെ അവിടെ ഇൻസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരാണ് അവിടെ ഇതാക്കിയത്? ആ രാജാക്കന്മാരുടെ ഇമേജസ് ഒക്കെ ഉണ്ടാവും അമ്പലങ്ങളിൽ അതിൽ ചുറ്റുപാടും എന്നാണ് പറയുന്നത്. Okay, in other words, temples were not only places of worship, they were the centers of economic, social and cultural life. Amongst the crafts associated with temples, the making of bronze images was the most distinctive. Okay, the Chola bronze images are considered amongst the finest in the world. തന്നെ വളരെ ഫേമസ് ആണ് ഈ ചോള ഡൈനസ്റ്റിന്റെ ബ്രോൺസ് ഇമേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഒരു ടൈമിൽ ചോള ഡൈനസ്റ്റിന്റെ ടൈമിലുള്ള അഗ്രികൾച്ചർ എങ്ങനെയാ നോക്കിയാലോ. അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ എങ്ങനെയാ നോക്കാം അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ മുട്രയാസിന്റെ കൈമൽ കാവേരി ഡെൽറ്റ വിജയാലയ കൈക്കലാക്കി. വിജയാലയ എന്ന് പറയുമ്പോൾ ചോള ഫാമിലിത്തെ മെയിൻ ആളാണ്. അപ്പൊ എന്ത് ചെയ്തു, പിന്നെ ചോള ഡൈനസ്റ്റിയിലുള്ള മെയിൻ ചീഫ് ആയിട്ടുള്ള രാജരാജ ഫസ്റ്റ് അതൊക്കെ ഇതാക്കുകയും അദ്ദേഹത്തിന്റെ മകനും ആയിട്ട് രാജേന്ദ്ര ഫസ്റ്റുമായിട്ട് ടെമ്പിൾസ് ഒക്കെ അവരിതാക്കി. അപ്പൊ ടെമ്പിൾസ് എന്ന് പറയുമ്പോൾ അവർക്ക് അതെന്താ വർഷിപ്പിനുള്ള സ്ഥലം മാത്രമല്ല, സോഷ്യലി എക്കണോമിക്കലി കൾച്ചറലി ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലം കൂടെയാണ്. അവിടെ മെയിൻലി ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ആണ് ഇമ്പോർട്ടൻസ്. ഇങ്ങനെ ബ്രോൺസ് മെറ്റൽ ഇമേജസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്കൾപ്ചേഴ്സ് അതൊക്കെ വളരെ ഫേമസ് ആണ് അവരുടെ. അത്തരം കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോയത്. ഓക്കെ, പിന്നെന്താണ് ഇനി അവരുടെ കൃഷി രീതികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അല്ലെ. ഓക്കെ, many of the achievements of Cholas were made possible through new developments in agriculture. വലിയ സക്സസ് അവർ നേടിയെടുത്തത് പല ചേഞ്ചസ് അഗ്രികൾച്ചറിൽ വരുത്തിയത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, the river Kaveri branches off into several small channels അല്ലെ before emptying into Bay of Bengal. എന്ന് വെച്ചാൽ ഈ കാവേരി നദിക്ക് പല ഡിസ്ട്രിബ്യൂട്ടറീസ് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്തു. ദിസ് ചാനൽസ് ഓവർഫ്ലോ ഫ്രീക്വന്റ്ലി. ഈ ചാനൽസ് പല ടൈമിലും കര കവിഞ്ഞൊഴുകുന്നു. ഡെപ്പോസിറ്റിംഗ് ഫെർട്ടൈൽ സോയിൽ ഓൺ ദി ബാങ്ക്സ്. ഇങ്ങനെ കര കവിഞ്ഞൊഴുകുമ്പോൾ ഫെർട്ടൈൽ ഫലഭൂഷ്ടമായ സോയിലാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ലാൻഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കരയില്. ആൻഡ് വാട്ടർ ഫ്രം ദ ചാനൽ ഓൾസോ പ്രൊവൈഡ് നെസസറി മോയ്സ്ചർ ഫോർ അഗ്രികൾച്ചർ. ഇങ്ങനെ വാട്ടർ ഇടയ്ക്കിടയ്ക്ക് കര കവിഞ്ഞൊഴുങ്ങി അഗ്രികൾച്ചറിലേക്ക് വരുമ്പോൾ അത് വലിയ രീതിയിൽ കൃഷിക്ക് നല്ല രീതിയിൽ ഇത് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഓൾസോ ഇറ്റ് ഇസ് പെർട്ടിക്കുലർലി ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് റൈസ് ടു എന്നാണ് പറയുന്നത്. റൈസ് കൾട്ടിവേഷൻ ഇത് വളരെ നല്ല രീതിയിൽ ഗുണമേന്മ നൽകുന്നു എന്നാണ് പറയുന്നത്. Many of the achievements of Cholas were made possible through new developments in agriculture, and the river Kaveri branches off into several small channels before emptying into Bay of Bengal. Okay, and these channels overflow frequently and the deposition fertile soil on the river, and water from the channels also provides the necessary moisture for agriculture, and it is very good for the cultivation of rice too എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം although agriculture had developed earlier in other parts of തമിഴ്നാടു എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ കേരളയിലുള്ള ആളുകളൊക്കെ കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഓഫ് തമിഴ്നാടു ആണ്. അവിടെയുള്ള പച്ചക്കറികളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ എവിടെ കൃഷിയുണ്ട്, എവിടെ തമിഴ്നാട്ടില്. ഓക്കെ, ഇറ്റ് വാസ് ഓൺലി ഫ്രം 5th or 6th century that this area was opened up for large scale cultivation. അങ്ങനെ വലിയ രീതിയിലുള്ള കൾട്ടിവേഷൻ ഒന്നും ഈ 5ാം നൂറ്റാണ്ടിന് മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല. 5th century മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 5th 6th century കഴിഞ്ഞതിന് ശേഷമാണ് ലാർജ് സ്കെയിൽ കൾട്ടിവേഷൻ തമിഴ്നാട്ടില് വന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ,
Although agriculture had developed early in other parts of Tamil Nadu, and it was only from 5th or 6th century that this area was opened up for large-scale cultivation. Okay. അപ്പൊ ഇങ്ങനെ വലിയ രീതിയിൽ കൾട്ടിവേഷൻ തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോറസ്റ്റ് ഹാഡ് ടു ബി ക്ലിയർഡ് ഇൻ സം റീജിയൻസ് ലെ, കാടുകളൊക്കെ വെട്ടിത്തെളിയിക്കണം. പിന്നെയോ ലാൻഡ് ഹാഡ് ടു ബി ലെവൽഡ് ഇൻ അതർ ഏരിയ, ലാൻഡ് ഒക്കെ കൾട്ടിവേഷന് വേണ്ടി ലെവൽ ചെയ്ത് വെക്കണം. പിന്നെയോ and in the delta region embankments had to be built to prevent flooding and canals had to be constructed to carry water to the fields. അവിടെയൊക്കെ embankments ഈ ലാൻഡിന് ചുറ്റും ബിൽഡ് ചെയ്യണം, പ്രളയം ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ കനാൽസ് അവിടെ കൺസ്ട്രക്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഈ പാടത്തേക്ക് വെള്ളം ഇറക്കി വിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, and many areas 2 crops were grown in a year. വർഷത്തിൽ 2 ക്രോപ്പ്, 2 ധാന്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും? കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പല ഏരിയാസിലുമായിട്ടാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞത്. The forest, in order to be cultivate large cultivation or large supply of goods, we have to be, first step we have to do is to forest had to be cleared in some regions and land had to be leveled in other areas, and also in the delta region embankments had to be built to prevent flooding, and canals had to be constructed to carry water to the field. And last point, in many areas 2 crops were grown in a year. ഇത്തരം കാര്യങ്ങളാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല മക്കളെ. ഓക്കെ, in many cases, കുറെ കേസസ് വെച്ച് നോക്കൂ, it was necessary to water crops artificially. ഇപ്പൊ എന്താണ് ആർട്ടിഫിഷ്യലി ആയിട്ട് നമ്മളിപ്പോ എന്താണ് മനുഷ്യര് അവിടെയുള്ള കൃഷിക്കാർ ഇങ്ങനെ ക്രോപ്സിന് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ആർട്ടിഫിഷ്യലി തന്നെ ആ വാട്ടർ ഇതാക്കുന്ന സ്റ്റെപ്സും ഉണ്ട്. വെറൈറ്റി ഓഫ് മെത്തേഡ്സ് വെർ യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. വലിയ വലിയ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി ആളുകള്. ഇൻ സം ഏരിയാസ്, ചില ഏരിയാസിൽ വെൽസ് വെർ ഡങ്, കിണറുകളൊക്കെ കുഴിക്കാൻ തുടങ്ങി. ഇൻ അതർ പ്ലേസസ് huge tanks were constructed. വലിയ വലിയ ടാങ്ക്സ് കൺസ്ട്രക്ട് ചെയ്തു. For what? In order to collect rainwater. Rainwater കളക്ട് ചെയ്യാൻ വേണ്ടി വലിയ വലിയ ടാങ്ക്സ് ഉണ്ടാക്കി, വലിയ വലിയ കിണറുകൾ ഉണ്ടാക്കി. It is used for irrigation. അല്ലെ, many cases it was necessary to water crops artificially. A variety of methods were used for irrigation, and in some areas wells were dug, and in other places huge tanks were constructed to collect rainwater എന്നാണ് പറയുന്നത്. ഓക്കെ, and the administration of the empire, എങ്ങനെയാണ് അവരുടെ ആ ഒരു ഡൈനസ്റ്റി എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്തത് എന്ന് നോക്കിയാലോ. ചോള ഡൈനസ്റ്റി, ഇറ്റ് ഇസ് മെയിൻലി അവിടെ എന്തുണ്ട്? ഓക്കെ, സെറ്റിൽമെന്റ്സ് ഓഫ് പെസൻസ്, കുറെ പെസൻസ് ഉള്ള മേഖലകളുണ്ട്. അതിന് പറയുന്ന പേര് ഉർ എന്നാണ്. ഇറ്റ് ബിക്കെയിം ദ പ്രോസ്പെറസ് വിത്ത് ദ സ്പ്രെഡ് ഓഫ് ഇറിഗേഷൻ അഗ്രികൾച്ചർ. അവരുടെ ഏരിയ എന്ന് പറയുമ്പോൾ കൃഷി ഇടങ്ങളൊക്കെ അല്ലെ, അതിനടുത്താണ് അവരുടെ വീടുകളൊക്കെ ഉള്ളത് പെസൻസിന്റെ. അപ്പോ ഗ്രൂപ്പ്സ് ഓഫ് സച്ച് വില്ലേജസ് ഫോംഡ് ലാർജ് യൂണിറ്റ്, വലിയ കൂട്ടമായിട്ട് വലിയ ഗ്രാമമായി മാറി. അതിന് പേരെന്താ? നാഡു എന്നാണ്. ഉർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് പെസൻസ്. പിന്നെ ഗ്രൂപ്പ്സ് ഓഫ് സച്ച് വില്ലേജസ് ഫോം ടു എ ലാർജർ ഗ്രൂപ്പ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് നാഡു. ഓക്കെ, and the village council and the performed several administrative functions including dispensing justice and collecting tax. പിന്നെ എന്തൊക്കെ ഈ വില്ലേജ് കൗൺസിൽ എല്ലാം കൂടെ കൂടിയിട്ട് എന്താക്കി കുറെ പേരെ എന്താണ് ടാക്സസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പല പ്രോബ്ലംസിനും ജസ്റ്റിസ് ഡിസ്പെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? സെറ്റിൽമെന്റ്സ് ഓഫ് പെസൻസ് നോൺ ആസ് ഊർ ബിക്കം പ്രോസ്പെറസ് വിത്ത് ദ സ്പ്രെഡ് ഓഫ് ഇറിഗേഷൻ അഗ്രികൾച്ചർ. ആ ഒരു പെസൻസിന്റെ ഏരിയ ഫേമസ് ആയത് അഗ്രികൾച്ചർ സ്പ്രെഡ് ആയതിനു ശേഷമാണ്. ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് സച്ച് വില്ലേജസ് ഫോംഡ് ലാർജ് യൂണിറ്റ്സ്, ഇറ്റ് ഈസ് കോൾഡ് ആസ് വാട്ട്? Nadu, അല്ലെ? And the village council and performed several administrative functions including dispensing justice and collecting taxes, അല്ലെ? Okay, rich peasants exercised considerable control over the affairs of under the supervision of central Chola government. ഈ ഗവൺമെന്റിന്റെ കുറെ മാറ്റേഴ്സില് ഇന്റർഫിയർ ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് ലഭിച്ചിരുന്നു? റിച്ച് ആയിട്ടുള്ള പെസൻസിന് ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ,
And the Chola kings gave some rich landowners titles. It is like Muvenda Velan or peasants serving 3 kings. ഈ ചോള കിങ്സ് ഇത്തരത്തിലുള്ള റിച്ച് ആയിട്ടുള്ള ലാൻഡ് ഓണേഴ്സിന് മൂവേണ്ട വേളൻ എന്നാണ് പേരിട്ടത്. എന്ന് പറയുമ്പോൾ പെസന്റ് ദാറ്റ് ഇസ് സെർവിങ് 3 കിങ്സ്, 3 കിങ്സിനൊക്കെ നോക്കുന്ന പെസൻസിനെ മൂവേണ്ട വേളൻ എന്നാ പറയാ. RIR എന്ന് പറയുമ്പോൾ ചീഫ്. As marks of respect entrusted them with the important officers at the center. ഇവരെയൊക്കെ എന്താണ് ഓരോ ഇത് കൊടുത്തിട്ടുണ്ട്, പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതാണ് മൂവേണ്ട വേളൻ എന്ന് പറയുമ്പോൾ പെസന്റ് സെർവിങ് 3 കിങ്സ്, RIR ചീഫ്. It is as a markers of respect. റെസ്പെക്ട് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു പേരിട്ടത്. അല്ലാതെ ഇങ്ങനെ പല വൾഗർ ടേംസ് യൂസ് ചെയ്യല്ല ചെയ്തത്. മെയിൻലി they have used the terms like മൂവേണ്ട വേളൻ, a peasant serving 3 kings, RIR chief, etc. as markers of respect entrusted them with important offices at the center. Okay. അതുപോലെ തന്നെ the Brahmins often received land grants or brahmadaya. ഈ ബ്രാഹ്മിൻസിന് വലിയ രീതിയിലുള്ള ലാൻഡ് ഗ്രാൻഡ്സ് ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആസ് എ റിസൾട്ട് a large number of Brahmin settlement emerged in the Kaveri Valley as in other parts of South India. അവർക്ക് കുറെ ലാൻഡ് ചോള ഡൈനസ്റ്റി പ്രൊവൈഡ് ചെയ്തു ബ്രാഹ്മിൻസിന്. അങ്ങനെ കുറെ സെറ്റിൽമെന്റ്സ്, കുറെ ബ്രാഹ്മിൻസ് ഫാമിലി സൗത്ത് ഇന്ത്യയിലൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് സെറ്റിൽമെന്റ് ചെയ്തു. ഈച്ച് വാസ് ലുക്ഡ് ആഫ്റ്റർ ബൈ an assembly or of prominent Brahmana land holders. എല്ലാം നോക്കിയിരുന്നത് ഈ ബ്രാഹ്മണ ലാൻഡ് ഹോൾഡേഴ്സ്, പ്രൊമിനന്റ് ആയിട്ടുള്ള ലാൻഡ് ഹോൾഡേഴ്സ് ആണ് ഈ ലാൻഡ് ഒക്കെ നോക്കിയിരുന്നത്. പ്രൊമിനന്റ് ആയിട്ടുള്ള ബ്രാഹ്മൺ ലാൻഡ് ഹോൾഡേഴ്സ് ആണ് ഈ ലാൻഡ് ഒക്കെ നോക്കിയിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ബ്രാഹ്മണാസ് ഓഫൻ റിസീവ്ഡ് ലാൻഡ് ഗ്രാൻഡ്സ് ഓർ ബ്രഹ്മദയ. ആൻഡ് സെക്കൻഡ് പോയിന്റ്, as a result, a large number of Brahmana settlements emerged in the Kaveri Valley as in other parts of South India. Pinyo, each was looked after by an assembly or a prominent Brahmana land holder. Okay. ഇങ്ങനെയുള്ള ഈ ബ്രാഹ്മണാസിന്റെ അസംബ്ലീസ് ഒക്കെ വർക്ക്ഡ് വെരി എഫിഷ്യൻലി, നല്ല രീതിയിലാണ് നടന്നു പോയത് അല്ലെ. ആൻഡ് their decisions were recorded in detail. ഇവർ ഈ ഒരു ബ്രാഹ്മണാസ് അസംബ്ലിയിലുള്ള എല്ലാ ഡിസിഷൻസും, ഈ ഒരു ഡൈനസ്റ്റി, ചോള ഡൈനസ്റ്റി എല്ലാ ഡിസിഷൻസും റെക്കോർഡ് ചെയ്തിരുന്ന ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റോൺ വാൾസ് ഓഫ് ടെമ്പിൾസിൽ എന്നാണ് പറയുന്നത്. ചോള ഡൈനസ്റ്റി എടുക്കുന്ന എല്ലാ ഡിസിഷൻസും എവിടെ റെക്കോർഡ് ചെയ്തു മക്കളെ? ഇറ്റ് ഈസ് ഇൻ ദ ഇൻസ്ക്രിപ്ഷൻസ് ലൈക്ക് on the stone walls of temples. Okay, പിന്നെയോ the association of traders, ഈ traders in the association was known as also occasionally perform administrative functions in towns. ഈ traders in the unionum നടക്കുന്നത് എവിടെയാണ്? ഈ ഒരു ടൗൺസിലെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, the inscriptions from Uttara Merur in Chingalput district, Tamil Nadu provide the details of the way in which it was organized. എങ്ങനെയാണ് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഇതെന്നൊക്കെ എവിടെ നിന്ന് നോക്കിയാൽ കാണാം. ഉത്തരമേരൂർ എന്ന് പറയുന്ന ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. എവിടെയുള്ളതാണ്? ചിങ്കൽപുട്ട് ഡിസ്ട്രിക്ട്, തമിഴ്നാട്ടിലുള്ള ഇവരെ എല്ലാ വിധത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സിന്റെ ഡീറ്റെയിൽസും അവിടെ നിന്ന് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, and they had separate committees to look after irrigation works. അല്ലെ, ഓരോന്നിനും ഈ ഡൈനസ്റ്റിന്റെ ചോള ഡൈനസ്റ്റിന്റെ വെച്ച് നോക്കുമ്പോൾ ഓരോന്നിനും ഓരോ ഫീൽഡിനും എന്താ പറയാ ഇറിഗേഷൻ വർക്ക്സിന്, ഗാർഡൻസ്, ടെമ്പിൾസിനും ഒക്കെ നോക്കാൻ ഓരോ കമ്മിറ്റി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ. ആൻഡ് the inscriptions from Uttaramerur in Chingalput district, Tamil Nadu provide the details of the way in which it was organized. Okay, they had separate committees to look after irrigation works, gardens and temples എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു വാൾ, ചിങ്ങൽപൂട്ട് ഡിസ്ട്രിക്ട് തമിഴ്നാട്ടിലുള്ള ആ ഒരു ഡീറ്റെയിൽ. ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സിന്റെ ക്ലിയർ ആയിട്ടുള്ള എല്ലാ റെക്കോർഡ്സും അവിടെ ഇൻസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. Okay, and the names of this eligible to be the members of this committees were written on small tickets of palm leaf. ഈ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്സിലൊക്കെ സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളുടെ പേര് എവിടെയാണ് എഴുതപ്പെടുന്നത്? It is upon the small tickets of palm leafലാണ് എഴുതപ്പെടുന്നത്. And this tickets were put into an earthenware pot. ഈ ടിക്കറ്റ്സ് എവിടെയാണ് ഇടുന്നത്? earthenware, മൺകലത്തിലാണ്, from which
a young boy was asked to take out the tickets one by one for each committee. ഒരു ചെറിയ ആൺകുട്ടീനെ വിളിച്ചിട്ട് ഓരോ ടിക്കറ്റ് എടുത്തിട്ട് ഓരോ കമ്മിറ്റിയിലുള്ള ആളുകളിലേക്ക് അവരെ റെപ്രസെന്റ് ചെയ്ത് വിളിക്കുകയാണ് ചെയ്യാറുള്ളത്. Okay, names of those eligible to be members of this committees were written on small tickets of palm leaf, and these tickets were put into earthenware pot from which a young boy was asked to take out the tickets one by one for each committee എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ചോള ഡൈനസ്റ്റിന്റെ ഇത് ഈസി ആയില്ല. ഫസ്റ്റ് സെഷനിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, മക്കൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, വളരെ സിമ്പിൾ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു പല ന്യൂ ഡൈനസ്റ്റീസ് വരാൻ തുടങ്ങി. വലിയ വലിയ രാജാക്കന്മാര്, അവർക്ക് പൈസ ഉണ്ടെന്ന് തോന്നും. ആ ഇതിന് അനുസരിച്ചാണ് ഓരോ രാജാക്കന്മാർ ഓരോ കിങ്ഡം ഉണ്ടാക്കി വരുന്നത്. ഓക്കെ, അങ്ങനെ 7th സെഞ്ചുറിയില് വലിയ വലിയ ലാൻഡ് ലോർഡ്സ് ആണ് എന്തായത്, വലിയ വലിയ ലാൻഡ് ലോർഡ്സ്, ഈ കിങ്സിന്റെ കീഴിലുള്ള ലാൻഡ് ലോർഡ്സ് ഒക്കെ സ്വന്തമായിട്ട് എന്ത് ചെയ്തു? ദേ വർ എക്സ്പെക്ടഡ് ടു ബ്രിങ് ഗിഫ്റ്റ് ഫോർ ദ കിങ്സ്. ഈ ലാൻഡ് ലോർഡ്സ് എന്ന് പറയുന്ന ഈ എന്താണ്, കിങ്സിന് എല്ലാ വിധത്തിലും ഗിഫ്റ്റ് കൊടുക്കുന്ന ആളുകളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ സാമന്റാസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അവിടെ പവർ ഗെയിൻ ചെയ്യുകയും അവരെ മഹാസാമന്റാസ് എന്ന് അവർ സ്വന്തം വിളിക്കുകയും ദേ വർ ഇൻഡിപെൻഡൻസ് ഫ്രം ദിയർ ഓവർലോഡ്സ്. ഇങ്ങനെയുള്ള ലാൻഡ് ലോഡ്സിൽ നിന്ന് അവര് സ്വാതന്ത്ര്യം നേടി സ്വന്തമായി റൂൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ റൂളേഴ്സ് വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെയുള്ള റൂളേഴ്സ് ആണ് രാഷ്ട്രകൂടാസ് ഇൻ ഡെക്കാൻ നമ്മൾ പറഞ്ഞു, ആൻഡ് ഓൾസോ ചൗലക്യാസ് ഓഫ് കർണാടക. അങ്ങനെ മിഡ് 8th സെഞ്ചുറിയിൽ ദന്തി ദുർഗ എന്ന് പറയുന്ന രാഷ്ട്രകൂട ലീഡർ എന്ത് ചെയ്തു? ചൗലക്കയിൽ നിന്നിട്ട് അവര് ഒരു ചൗലക്കേനെ ആ ഒരു റീജിയനിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുകയും അവിടെ അവർ റിച്വൽ പെർഫോം ചെയ്തു. അതാണ് എന്ത് റിച്വൽ മക്കളെ? ഇറ്റ് ഈസ് ദ ഗോൾഡൻ ബോംബ്. ഇതാണ് രാഷ്ട്രകൂട ഡൈനസ്റ്റി എന്ന് പറയുന്നത്. ഫൗണ്ടർ ഓഫ് രാഷ്ട്രകൂട എംപയർ ഇറ്റ് ഈസ് രാഷ്ട്രകൂട ഡൈനസ്റ്റി ദന്തി ദുർഗ. ഓക്കെ, പിന്നെ ഈ ഒരു റിച്വൽ പെർഫോം ചെയ്ത് ആരുടെ ഹെൽപ്പ് കൊണ്ടാണ് ഇവർ പെർഫോം ചെയ്തത്? രാഷ്ട്രകൂട ഡൈനസ്റ്റീസ്. ഇറ്റ് ഇസ് ഹെൽപ്പ് ഓഫ് ബ്രാഹ്മണാസ്. ഓക്കെ, ബ്രാഹ്മണാസിന്റെ ഹെൽപ്പ്. ഇവരുടെ ആ റിച്വൽ പെർഫോം ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും എന്ന് വെച്ചാല് ക്ഷത്രിയന്മാരായിട്ട് മാറും എന്നൊരു വിശ്വാസമാണ് അവർക്കുള്ളത്, രാഷ്ട്രകൂട ഡൈനസ്റ്റിയുള്ള ആളുകൾക്കുള്ളത്. പിന്നെ വേറെയുള്ള ഏതൊക്കെ ഡൈനസ്റ്റീസ് ആണ് ഫോം ചെയ്തത്? ഇറ്റ് ഈസ് മെയിൻലി പൈസ ഉള്ള കുറെ ആളുകൾ എന്ത് ചെയ്തു? മിലിറ്ററി ഫോം ചെയ്തിട്ട് സ്വന്തമായിട്ട് കിങ്ഡം ഗെയിൻ ചെയ്ത ആളുകളാണ്. കടമ്പ മയൂർ അല്ലെ, ഇറ്റ് ഈസ് മയൂര ശർമൻ അല്ലെ, കടമ്പ മയൂര ശർമൻ ആൻഡ് ഗർജാര പ്രതിഹാര ഹരിചന്ദ്ര with the Brahmins who gave up their traditional profession and also they become themselves as kings. Okay, അങ്ങനെ ഇവരൊക്കെ എവിടെയാണ് സക്സസ്ഫുള്ളി? കർണാടക, രാജസ്ഥാനിലാണ് കിങ്സ് ആയിട്ട് അറിയപ്പെട്ടത്. ഓക്കെ, അവരുടെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കിങ്ഡംസിനെ കുറിച്ചാണ് പറഞ്ഞത്. അവർ സ്വന്തമായിട്ട് ടൈറ്റിൽസ് ഫോം ചെയ്തു. ആരുടെ ഹെൽപ്പ് ഇതാക്കിയിട്ട്? അത് നോക്കാം, ഈ ബ്രാഹ്മണാസ് ആണ് ഇവർക്ക് പേര് ഇതാക്കുന്നത്. ഇറ്റ് ഇസ് മെയിൻലി ദ ന്യൂ കിങ്സ് അഡോപ്റ്റഡ് ടൈറ്റിൽസ് സച്ച് ആസ് ഗ്രേറ്റ് കിങ്, ഓവർലോർഡ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് 3 വേൾഡ്സ് എന്നൊക്കെയാണ് അവർ അറിയപ്പെട്ടത്. ഓക്കെ, പിന്നെ ഇവര് മെയിൻലി പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള പെസൻസിനെയും കാറ്റിൽ കീപ്പേഴ്സിനും ആർട്ടിസൻസിനെയും ഒക്കെ കമ്പൽ ചെയ്തിട്ട് അവരുടെ പ്രൊഡക്ട്സ് വാങ്ങിയെടുക്കുകയാണ് ചെയ്യുക രാജാക്കന്മാര്. ഓക്കെ, ഇത് റെന്റിനായിട്ടാണ് അവർ ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ റവന്യൂ കളക്ട് ചെയ്യുന്ന ഡ്യൂട്ടി ആർക്ക് കൊടുക്കുന്നു? ക്ലോസ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ഈ കിങ്സിന്റെ ക്ലോസ് റിലേറ്റീവ്സിന് തന്നെയാണ് റവന്യൂ കളക്ട് ചെയ്യുന്ന എല്ലാ വിധത്തിലുള്ള പണിയും കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പ്രശസ്തീസ് ആൻഡ് ലാൻഡ് ഗ്രാന്റ് എന്ന് പറയുന്നു. പല ബ്രാഹ്മണാസും എന്ത് ചെയ്തു? ലേൺഡ് ആയി പഠിച്ചിട്ടുള്ള ബ്രാഹ്മണാസ് ആണ് ഇവർക്ക് ടൈറ്റിൽസ് ഉണ്ടാക്കുന്നത് ഈ കിങ്സിന്. ഇറ്റ് ഇസ് എക്സാമ്പിൾ വാലിയന്റ്, വിക്ടോറിയസ്, വാരിയസ് എന്നൊക്കെ അവർക്ക് പേരിടും അല്ലെ. പിന്നെ കിങ്സ് ഓഫൻ റിവാർഡഡ് ബ്രാഹ്മണാസ് ബൈ ഗ്രാൻഡ്സ്. ഇങ്ങനെയുള്ള ബ്രാഹ്മണാസിനും കിങ്സ് എന്ത് കൊടുക്കും? ലാൻഡ് കൊടുക്കും. ആൻഡ് ഈ ലാൻഡ്, ഈ ആർക്കൊക്കെ ലാൻഡ് കൊടുത്തു എന്നുള്ളത് മെയിൻലി ഈ കിങ്സ് എവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും? ദേ വർ റെക്കോർഡഡ് ഓൺ കോപ്പർ പ്ലേറ്റ്സ്. ഓക്കെ, പിന്നെ 12th സെഞ്ചുറിയിലെ ഒരു പോയം ഉണ്ടാക്കിയാര്? ദി ഹിസ്റ്ററി ഓഫ് കിങ്സ് ഹു റൂൾഡ് കാശ്മീർ. കാശ്മീരിലുള്ള രാജാക്കന്മാരുടെ ചരിത്രം എഴുതിക്കൊണ്ട് ആര് വന്നു? കൽഹാന എന്ന് പറയുന്ന ഓദർ വന്നു. അദ്ദേഹം ഏതൊക്കെ സോഴ്സസിലാണ് ആ സ്റ്റോറി ഉൾപ്പെടുത്തിയിട്ട്? ഓൺ ഇൻസ്ക്രിപ്ഷൻസ്, ഡോക്യുമെന്റ്സ്, ഐ വിറ്റ്നസ് അക്കൗണ്ട്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ സ്റ്റോറി ഉണ്ടാക്കിയത്. ദ ഹിസ്റ്ററി ഓഫ് കിങ്സ് who ruled over Kashmir, രാജതരംഗിണി, ദ സാഗ ഓഫ് ദ കിങ്സ് ഓഫ് കാശ്മീർ എന്ന് പറയുന്ന ബുക്ക് കൽഹാനന്റെ ബുക്കാണ്. ഓക്കെ, ഇതാണ് കൽഹാന എന്ന് പറയുന്ന ഓദർ.
ഓക്കെ, പിന്നെ ആളുകൾ സമ്പാദിക്കാൻ വേണ്ടി തുടങ്ങി, വാർഫെയർ നടത്തി. ഏതൊക്കെ റൂളേഴ്സ് ആണ് അതിൽ വന്നത്? ഇറ്റ് ഈസ് ഗർജാര പ്രതിഹാര ആൻഡ് ഫസ്റ്റ് വൺ ഗർജാര പ്രതിഹാര എന്ന് പറയുന്ന റൂളേഴ്സ് ആണ്. പിന്നെ രാഷ്ട്രകൂട ആൻഡ് പാല ഡൈനസ്റ്റീസ് ഒക്കെ കനൌജ് എന്ന് പറയുന്ന സിറ്റി കൈയടക്കാൻ വേണ്ടി വന്നു. അങ്ങനെ 3 പാർട്ടീസ് ഓഫ് റൂളേഴ്സ് ആണ് വന്നത്. അവരെ ത്രിപാർട്ടീറ്റ് സ്ട്രഗിൾ എന്നാണ് പറയുന്നത്. ത്രിപാർട്ടീറ്റ് സ്ട്രഗിൾ. ഓക്കെ, ഗർജാര പ്രതിഹാര കിങ്ഡം, ഇറ്റ് ഇസ് മെയിൻലി ദിസ് ഏരിയ. ഓക്കെ, പിന്നെ ദേ ഓൾസോ ട്രൈ ടു ഡെമോൺസ്ട്രേറ്റ് എ പവർ. അവർ ലാർജ് ടെമ്പിൾസ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കി, വലിയ വലിയ അമ്പലങ്ങള് അല്ലെ. അങ്ങനെ ഈ ഒരു അമ്പലങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് റൂൾ നടത്തിയ ആളായിരുന്നു, അല്ലെ വാർ നടത്തിയ ആളായിരുന്നു മുഹമ്മദ് ഓഫ് ഗസ്നി, അഫ്ഗാനിസ്ഥാനിലുള്ള ആള്. ഓക്കെ, 17 തവണയൊക്കെ ഇതാക്കിയ മുഹമ്മദ് ഓഫ് ഗസ്നി. ഓക്കെ, ഇദ്ദേഹം മെയിൻലി ഫോക്കസ് ചെയ്ത ടെമ്പിൾസ് എന്ന് പറയുന്നത് സോമനാഥ് ഗുജറാത്തിലുള്ള ടെമ്പിൾസ് ആയിരുന്നു. അങ്ങനെ വാർഫെയർ നടത്തി മെയിൻലി വെൽത്തി സിറ്റി ആയിട്ട് മാറി ഗസ്നി. പിന്നെ വേറെ കിങ്സ് വന്നു വാർഫെയറിൽ. ഇത് ചൗഹാൻസ് എന്ന് പറയുന്ന അവരാണ്. അവര് പിന്നെ കീഴടക്കിയ രാജ്യം എന്ന് പറയുന്നത് ഡൽഹി ആൻഡ് അജ്മീർ ആണ്, ചൗഹാൻസ് എന്ന് പറയുന്ന കിങ്സ്. ഓക്കെ, പിന്നെന്താണ് ഈ ചൗഹാൻസ് എന്ന് പറയുന്ന രാജാക്കന്മാർ വെസ്റ്റ് ഈസ്റ്റ് ഏരിയയിലൊക്കെ ആധിപത്യം ഉണ്ടാക്കി. ഇറ്റ് ഇസ് ആൻഡ് ദേ വർ ഒപ്പോസ്ഡ് ബൈ ഗുജറാത്തിലുള്ള ചൗലക്യാസും ആൻഡ് ഗഹാദന്തവാലാസ് ഓഫ് വെസ്റ്റേൺ ഉത്തർപ്രദേശും ഇതിനെതിരായി. അങ്ങനെ ഈ ചൗഹാൻസ് റൂളർ ആയിട്ടുള്ള പൃഥ്വിരാജ തേർഡ് ടർക്ക് റൂളർ ആയിട്ടുള്ള മുഹമ്മദ് ഗോരിനെ ഡിഫീറ്റ് ചെയ്തു ഒരു വർഷം. അതിന് അടുത്ത വർഷം മുഹമ്മദ് ഗോരി അദ്ദേഹത്തെ ഡിഫീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് മെയിൻലി ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഉള്ള സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചോള ഡൈനസ്റ്റിനെ കുറിച്ചാണ്. ചോള ഡൈനസ്റ്റി എന്ന് പറയുമ്പോൾ അവരുടെ എംപയർ ഉറയൂർ ടു തഞ്ചാവൂർ വരെയുള്ള റീജിയൻസ് ആരുടേതാണ്? ചോള ഡൈനസ്റ്റിന്റെ ആണ്. പണ്ട് അത് മുട്രായർ എന്ന് പറയുന്ന ആള് ഒരു ചീഫ് ഫാമിലിയിലുള്ള ചീഫായിരുന്നു. കാവേരി ഡെൽറ്റ അവരുടെ കീഴിലായിരുന്നു. പിന്നെ അത് പല്ലവ കിങ്സിന്റെ അല്ലെ, പല്ലവ കിങ്സ് ഓഫ് കാഞ്ചീപുരത്തിന്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഫാമിലി ആയിരുന്നു മുട്രായിസൻ. എന്നിട്ട് അവര് വിജയാലയ എന്ന് പറയുന്ന ചോള ഡൈനസ്റ്റിയിലുള്ള ഫാമിലിയിലുള്ള ആള്, ഉറയൂരിൽ നിന്നുള്ള ആള് ആ ഡെൽറ്റ അവരിൽ നിന്ന് സ്വന്തമാക്കുകയും അവിടെ തഞ്ചാവൂർ എന്ന് പറയുന്ന ടൗണും ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾസും ഫോം ചെയ്യുകയും ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് വിജയാലയ എന്ത് ചെയ്തു? സക്സസ്ഫുൾ ആയിട്ടുള്ള റൂളറായി മാറുകയും അല്ലെ അദ്ദേഹത്തിന്റെ കിങ്ഡം വലുതായി വലിയൊരു പവർഫുൾ കിങ്ഡം ആയി. അതിൽ പാണ്ഡ്യൻ പല്ലവ ടെറിട്ടറീസ് ഓഫ് സൗത്ത് ആൻഡ് നോർത്ത് ബിക്കം ദ പാർട്ട് ഓഫ് ഹിസ് കിങ്ഡം. അങ്ങനെ രാജരാജ ഫസ്റ്റ് എന്ന് പറയുന്ന ചോള ഡൈനസ്റ്റിയിലെ ചീഫ് ഒരു പവർഫുൾ ചോള റൂളർ ആയിട്ട് അധികാരത്തിലേറ്റു. എപ്പോ? 985. ഓക്കെ, ഹി ഓൾസോ റീഓർഗനൈസ്. ഇദ്ദേഹം അഡ്മിനിസ്ട്രേഷനിൽ പല ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹത്തിന്റെ മകൻ രാജേന്ദ്ര ഫസ്റ്റ് ഓൾസോ ഇൻവേഡഡ് ഏതൊക്കെ സ്ഥലങ്ങൾ അവര് സ്വന്തമാക്കി? ഗംഗാ വാലി, ശ്രീലങ്ക ആൻഡ് കൺട്രീസ് ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഫോർ ദ നേവി എക്സ്പെഡിഷൻസ്. ഓക്കെ, പിന്നെ സ്പ്ലെൻഡിഡ് ടെമ്പിൾസ്, പല ടെമ്പിൾസ് ആണ് പിന്നെ അറിയപ്പെട്ടു വന്നത്. ഏതൊക്കെ? ദ ബിഗ് ടെമ്പിൾസ് ഓഫ് തഞ്ചാവൂർ ആൻഡ് ഗംഗൈക്കൊണ്ട ചോലാപുരം ഇസ് ബിൽറ്റ് ബൈ രാജരാജ ആൻഡ് രാജേന്ദ്ര. അല്ലെ, വലിയ വലിയ ടെമ്പിൾസ് എവിടൊക്കെ ഇവരുണ്ടാക്കി? രാജാക്കന്മാരായിട്ടുള്ള അല്ലെ മകനായിട്ടുള്ള അച്ഛൻ എന്ന് പറയുന്നത് രാജരാജ ഫസ്റ്റ്, അതുപോലെ തന്നെ മകൻ രാജേന്ദ്ര ഫസ്റ്റും കൂടെ ഒരുമിച്ച് പല വലിയ ടെമ്പിൾസും തഞ്ചാവൂരിലും ഗംഗൈക്കൊണ്ടയിലും ഒക്കെ ഉണ്ടാക്കി. ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് very marvelous sculptural and architectural things ആണ് that is inscribed upon the walls of temples. ഓക്കെ, ഈ ടെമ്പിൾസിനെ കാണിക്കാം. ചോള ടെമ്പിൾസ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും ക്രാഫ്റ്റ് പ്രൊഡക്ഷൻസ് നടക്കുക. ഓക്കെ, അവരുടെ ടെമ്പിൾസ് എന്ന് പറയുമ്പോൾ മെയിൻലി അവിടെ ഉള്ള ഇൻഹാബിറ്റൻസ് എന്ന് പറയുമ്പോൾ മെയിൻലി അവിടെ നിൽക്കുന്ന പ്രീസ്റ്റും ഗാർലാൻഡ് മേക്കേഴ്സ്, കുക്സ്, സ്വീപ്പേഴ്സ്, മ്യൂസിഷ്യൻസ്, ഡാൻസേഴ്സ് ഒക്കെയാണ്. നമ്മൾ തമിഴ്നാടിന്റെ കേസ് പറഞ്ഞ പോലെ അല്ലെ, അവിടെ എന്ന് വെച്ചാൽ തമിഴരാണ്. അവരെ ചുറ്റുപാട് പല ജോലികളിൽ ചെയ്യുന്ന ആളുകളാണ് അല്ലെ. ക്രാഫ്റ്റിന്റെ കാര്യം പറയുമ്പോൾ ചോള ബ്രോൺസ് ഇമേജസ് ദാറ്റ് ഇസ് ഇൻസ്ക്രിപ്റ്റഡ് അപ്പോൺ ദ വാൾസ് ഓഫ് ടെമ്പിൾസ് വാസ് എ വെരി ഫേമസ് സ്കൾപ്ചർ ഇൻ ദിസ് വേൾഡ് ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. ഓക്കെ, അവരുടെ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ വലിയ ന്യൂ മെത്തേഡ്സ് ആണ് അവരെടുത്തത്. കാവേരി ബ്രാഞ്ചസിലൊക്കെ അവരുടെ റൂള് അല്ലെ, കാവേരി ബ്രാഞ്ചസിനെ പല ചാനൽസ് ആയി തിരിക്കുകയും അവിടെ എംബാങ്ക്മെന്റ്സ് ബിൽഡ് ചെയ്തു ഫ്ലഡ് ഉണ്ടാവാതെക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അങ്ങനെ പല ചേഞ്ചസ് വന്നു അല്ലെ. അത് കനാൽസ് കൺസ്ട്രക്ട് ചെയ്തു ഫോർ ബെറ്റർ വാട്ടർ
അല്ലെ, വാട്ടർ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് റൈസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി റൈസ് കൾട്ടിവേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു മെത്തേഡ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇറിഗേഷൻ പ്രോസസ്സസ് കൊണ്ടുവന്നു. അങ്ങനെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ ചോള ഡൈനസ്റ്റിന്റെ അവിടെ നിന്നിരുന്ന സെറ്റിൽമെന്റ്സ് ഓഫ് പെസൻസ് അവർ പറയുന്ന അവരുടെ പേര് ഉർ എന്നാണ്. ആ ഉർ എന്ന് പറയുന്നത് പിന്നെ ഗ്രൂപ്പ്സ് ഓഫ് എല്ലാ വില്ലേജസും ഗ്രൂപ്പ്സ് ആയി മാറിയിട്ട് അതിന് പറയുന്ന പേര് നാടു എന്നായിരുന്നു. ഓക്കെ, ഈ peasants exercised the control over the affairs of under the supervision of central Chola government. ഈ പെസൻസിനും പല ഓഫീസസിലായിട്ട് ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പെസൻസിന് ഇവർ ഡിനോട്ട് ചെയ്ത ടേം എന്ന് പറയുന്നത് വളരെ റെസ്പെക്ട്ഫുൾ ടേംസ് ആണ് അവർ യൂസ് ചെയ്തത്. ചോള കിങ്സ് ഏതൊക്കെയാ? മൂവേണ്ടവേളൻ, അറയാർ അല്ലെ, മൂവേണ്ടവേളൻ എന്ന് പറയുമ്പോൾ പെസന്റ് സെർവിംഗ് 3 kings. ആരയാർ എന്ന് പറയുമ്പോൾ ചീഫ് എന്നാണ് അർത്ഥം. ആൻഡ് ദ മാർക്കറ്റ് they denote this term as a markers of respect and entrusted them with important offices at the center എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ബ്രാഹ്മണാസിന് എപ്പോഴും എന്ത് ലാൻഡ് ഗ്രാൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ലാർജ് നമ്പർ ഓഫ് ബ്രാഹ്മണ സെറ്റിൽമെന്റ് എവിടെയായിരുന്നു? കാവേരി വാലിയിലാണ്. ഈച്ച് വാസ് ലുക്ഡ് ആഫ്റ്റർ ബൈ അസംബ്ലി ഓഫ് പ്രൊമിനന്റ് ബ്രാഹ്മണ ലാൻഡ് ഹോൾഡേഴ്സ്. ഓക്കെ, അവർ പ്രൊമിനന്റ് ആയിട്ടുള്ള ലാൻഡ് ഹോൾഡേഴ്സ് ആയി മാറുകയാണ് ചെയ്തത്. അവരുടെ അസംബ്ലീസ്, ഈ ബ്രാഹ്മണാസിന്റെ അസംബ്ലീസ് എന്ന് പറയുമ്പോൾ എഫിഷ്യന്റ്ലി ആയി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ഡിസ്കഷൻസ്, ഈ ബ്രാഹ്മണാസ് അസംബ്ലി കൂടുമ്പോൾ ഡിസ്കഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഇൻസ്ക്രിപ്ഷൻസിലാണ് അല്ലെങ്കിൽ സ്റ്റോൺ വോൾസ് ഓഫ് ദി ടെമ്പിൾസിലാണ്. ഓക്കെ, പിന്നെ ഇൻസ്ക്രിപ്ഷൻ ഫ്രം ഉത്തരമേരൂർ ഇൻ ചിങ്ങൽപൂർ ഡിസ്ട്രിക്ട് തമിഴ്നാടു പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓഫ് ദ വേ ഇൻ വിച്ച് ഇറ്റ് വാസ് ഓർഗനൈസ്ഡ്. ഓക്കെ, ദേ ഹാഡ് സെപ്പറേറ്റ് കമ്മിറ്റീസ് ടു ലുക്ക് ആഫ്റ്റർ ഇറിഗേഷൻ. എന്ന് വെച്ചാല് ഇവരുടെ ഈ ഒരു ചോള ഡൈനസ്റ്റിന്റെ ഓരോ കമ്മിറ്റിക്കും പല വർക്ക്സ് ആണുള്ളത്. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഇറിഗേഷൻ വർക്ക്സ്, ഗാർഡൻ, ടെമ്പിൾസ് ഒക്കെ നോക്കാം പല ഇതിലുള്ള ആളുകളാണ്. ഇതാണ് ആ വോൾസിലുള്ള പിക്ചർ. പിന്നെ ഇങ്ങനെ എലിജിബിൾ ആയിട്ടുള്ള ഈ മെമ്പേഴ്സിന്റെ പേര് അവർ എഴുതുന്നത് എവിടെയാണ്? പാം ലീഫിലാണ്. Thus tickets were put into earthenware pot which a young boy was asked to take out the tickets one by one for each committee എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി ഈ ഒരു സിമ്പിൾ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.